ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്ലാസ്സസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് നിങ്ങൾക്ക് കൺസെപ്റ്റും ഫാക്ട്സും ഒക്കെ മനസ്സിലാക്കുന്നതിൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളുമാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളൊരു ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ് ടു ഇക്വാലിറ്റി പഠിച്ചു. ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പം റൈറ്റ് ടു ഫ്രീഡം എപ്പോൾ തൊട്ട് എപ്പോൾ വരെയുള്ള ആർട്ടിക്കിളാണ് ഉള്ളതെന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. റൈറ്റ് ടു ഇക്വാലിറ്റി എവിടം തൊട്ട് എവിടം വരെയുള്ള ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14 to 18. അപ്പം ആ റൈറ്റ് ടു ഇക്വാലിറ്റി 14 to 18 ആകുമ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് 19 to 22 ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് 19 to 22 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ആദ്യത്തെ തന്നെ റൈറ്റ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റിലെ റൈറ്റ് ടു ഫ്രീഡത്തിലെ ആദ്യത്തെ റൈറ്റ് ആർട്ടിക്കിൾ 19 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. നമ്മുടെ എമർജൻസി കാലഘട്ടത്തിലുമൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇത് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 19 എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ്, 6 റൈറ്റ്സ്. അപ്പം 6 റൈറ്റിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ് ആൻഡ് പ്രൊഫഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. ഇത്രയും കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ രാജ്യത്ത് താമസിക്കാം. നമുക്ക് ഇപ്പം ഒരു അസംബ്ലി കൂടാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യത്തിന് വേണ്ടി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെയൊക്കെ ആളുകൾ പ്രതിരോധിക്കാൻ വേണ്ടി കൂട്ടം കൂടത്തില്ലേ? നമ്മൾ സെക്രട്ടേറിയറ്റിലൊക്കെ ഭയങ്കര ധർണ നടത്തത്തില്ലേ? പലതരത്തിലുള്ള ജാഥകൾ നടത്തത്തില്ലേ? ഇതൊക്കെയെന്ന് പറയുന്നത് ഈ അസംബ്ലി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പണ്ട് ബന്ദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കോടതി എന്ത് ചെയ്തു? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വിധിച്ചു. കാരണം അത് ജനങ്ങളുടെ ബാക്കിയുള്ള ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ജീവിക്കാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കുന്നത് കൊണ്ട് ബന്ദ് നമ്മൾ എന്ത് ചെയ്തു? കോർട്ട് എന്ത് പറഞ്ഞു? അത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ല, പ്രകടനങ്ങളോ അല്ലെങ്കിൽ അസംബ്ലി ഒന്നും അല്ല, അത് നിയമവിരുദ്ധമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ബന്ദ് നമ്മൾ നിരോധിച്ചു. പക്ഷേ ബാക്കി കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ധർണ നടത്തുക, ഗവൺമെൻറ് സ്റ്റേറ്റ് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ, ജനഹിതമല്ലാത്ത എന്തെങ്കിലും സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ പലരും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നത് ആർട്ടിക്കിൾ 19 പിൻബലത്തിലാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഭരിക്കപ്പെടുന്നവരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നമുക്ക് തെറ്റായിട്ട് വരുന്ന ഏത് നയത്തിനെതിരെ നമുക്ക് പോരാടാൻ പറ്റും. അതിന് നമ്മളെ എംപവർ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഇതിൻ്റെ അകത്തുള്ള 6 റൈറ്റ്സ് ഉണ്ടല്ലോ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. ഇതിൻ്റെയൊക്കെ ഇന്റർപ്രിട്ടേഷൻ. അസംബ്ലി എന്ന് പറയുമ്പോൾ എന്താണ് അസംബ്ലി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളത്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ നമുക്ക് രാജ്യത്തിനെ കുറിച്ച് നല്ല ചീത്തയാണ് പറയാൻ തോന്നുന്നെങ്കിലോ, അത് രാജ്യവിരുദ്ധമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലോ, മനസ്സിലായോ? അല്ലെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലോ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുക അല്ലേ? അപ്പം നമ്മുടെ കോർട്ടാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെയുള്ളത് നിർണ്ണയിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും എപ്പക്സ് ആയിട്ടുള്ള ഒരു പവർ കോർട്ടിനാണുള്ളത്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ എന്തേരെ വരെ സ്പീച്ച് നമുക്ക് പാടുണ്ട് എന്നുള്ളത്. ഒരു പരിധിവരെ നമുക്ക് എന്തും പറയാം, പക്ഷേ ദേശവിരുദ്ധമായിട്ടോ രാജ്യദ്രോഹമായിട്ടോ ഒന്നും പറയാതിരുന്നാൽ മതി. പിന്നെ ഈ ഒരു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ളതുകൊണ്ടാണ് പല ഗവൺമെന്റും പല ഒപ്പോസിഷൻ ലീഡേഴ്സിനെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെന്റ് രാജ്യത്തിനെതിരെയാണ് പറയാൻ പാടില്ലാത്തത്, നമുക്ക് ഗവൺമെന്റിനെതിരെ പറയാം. കാരണം ഗവൺമെന്റ് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളല്ലേ. അപ്പം നമ്മളിപ്പം അപ്പനും അമ്മയും വളർത്തി വലുതാക്കിയ മക്കളെ വഴക്ക് പറയാൻ അവർക്കൊരു അധികാരമില്ല. കാരണം അവരല്ലേ വളർത്തി വലുതാക്കുന്നത്. അതുപോലെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന നേതാക്കന്മാരാണ് നമ്മളെ ഇരുന്ന് ഭരിക്കുന്നത്. അപ്പം നമുക്ക് നേതാക്കന്മാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നല്ല അവകാശമുണ്ട്. പക്ഷെ നമ്മൾ നേതാക്കന്മാരെ ക്രിട്ടിസൈസ്
ക്രിട്ടിസൈസ് ചെയ്ത് നേതാക്കന്മാർ വഹിക്കുന്ന പദവികളെയും അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും നമ്മുടെ ഭരണഘടനയും ഒക്കെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നെങ്കിലോ അത് രാജ്യദ്രോഹമാകും. പക്ഷെ ഇവിടെ നേതാക്കന്മാർ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഒപ്പോസിഷൻ ലീഡേഴ്സും അല്ലെങ്കിൽ ഒപ്പോസിഷനിൽ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലും ക്രിറ്റിസിസം കൊണ്ട് വരുമ്പോൾ അവർ നൈസായിട്ട് രാജ്യത്തെയാണ് ഇതെന്നെയല്ല പറയുന്നത്, വ്യക്തിയല്ല പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെയല്ല പറയുന്നത്, ആ പദവിയെയാണ്, രാജ്യത്തിനെയാണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റത്തിനൊക്കെ കയറി എന്താ ചെയ്യുക? പിടിച്ചകത്തിടും. അപ്പം അവരത്ര സൈലൻസ്ഡ് ആവുമല്ലോ. അപ്പോൾ ഈ ഒരു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ കോൺട്രവേഴ്സീസും ഒരേ സമയം ഭയങ്കര എന്താ നമുക്ക് ഫുൾ ടൈപ്പ് ഫ്രീഡം തരികയും ചെയ്യും. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയൊരു ഫ്രീഡം, നമുക്ക് തോന്നുന്ന പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പം ആ ഒരു അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രീഡം എത്രയും ബേസിക് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്രീഡം. പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ബോത്ത് സൈഡ് ജനങ്ങൾ എന്ത് ചെയ്യും? രാജ്യദ്രോഹം പറയുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കും, രാജ്യത്തിനെതിരെ ഉപയോഗിക്കും. സ്റ്റേറ്റ് എന്ത് ചെയ്യും? മര്യാദയ്ക്ക് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നവരെ രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തി അവർ പിടിച്ചകത്തിടുകയും ചെയ്യും. അപ്പോൾ ഈ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ രണ്ട് വിഭാഗക്കാരും, സ്റ്റേറ്റും ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ജനങ്ങളും ദുരുപയോഗം ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ജനങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തും. ഈ പറയുന്ന പോലെ ബന്ദ് കാര്യങ്ങൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒപ്പോസിഷനിലുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. ഓക്കെ, അപ്പം അത്ര മനസ്സിലായല്ലോ. ഈ 6 റൈറ്റ്സ് ആർട്ടിക്കിൾ 19-ലെ 6 റൈറ്റ്സ് പഠിക്കാൻ എൻ്റെ മാത്രം ഒരു കോഡാണ്. ഇത് കറക്റ്റ് ക്രമത്തിലല്ല. ഒന്നാമത്തെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, രണ്ടാമത്തേത് അസംബ്ലി, മൂന്നാമത്തേത് അസോസിയേഷൻ, നാലാമത്തേത് മൂവ്മെൻറ്റ്, അഞ്ചാമത്തേത് റെസിഡൻസ്, ആറാമത്തേത് പ്രൊഫഷൻ. അതാണ് അതിൻ്റെ കറക്റ്റ് ക്രമം. പക്ഷെ PSCക്കൊന്നും അത്ര ക്രമത്തിൽ ചോദിക്കുകയില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനൊരു കോഡ് പറയാം. സർപ്പം എന്ന് ഓർക്കുക. സർപ്പം. S എന്ന് പറയുന്നത് എന്താ? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. A for assembly, R for residence, P for profession, A for association, M for movement. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പം ഈ സർപ്പം എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ ഒരിടത്തും എഴുതി കാണിക്കുന്നൊന്നുമില്ല. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമൊന്നും ആവണ്ട ഇങ്ങനൊരു കോഡൊക്കെ ഞാൻ പറഞ്ഞു തരണം. എനിവേ, ആർട്ടിക്കിൾ 19-ൻ്റെ അകത്ത് ഉള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോഡാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആർട്ടിക്കിൾ 20 നോക്കാം. ആർട്ടിക്കിൾ 20-ൽ വരുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. നിങ്ങളെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഏജൻസി ആയിട്ടുള്ള പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്റ്റേറ്റിൻ്റെ ഏജൻസിയാണ്. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻസിയാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പം ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടുള്ള പോലീസിനെ കൊണ്ടാണ് ആ പരിപാടികളെല്ലാം ചെയ്യിക്കുന്നത്. അപ്പം ഒരാളെ പ്രതിയായിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് വരിക, ഉറപ്പില്ല അയാൾ പ്രതിയാണോ അല്ലയോ എന്ന്. ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാളൊരു സിറ്റിസൺ ആണ്. പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഏജൻസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റിൻ്റെ ഏജൻസി ഒരു സിറ്റിസണിനോട് കാണിക്കേണ്ട എല്ലാ മാന്യതയും നമ്മൾ ആ ഒരു പ്രതിയോടും ചെയ്യണം. അതായത് അയാൾ കുറ്റവാളിയാകുന്നത് എപ്പോഴാണ്? അത് കോടതിയിൽ അയാൾ തെളിയുമ്പോൾ മാത്രമാണ്. അപ്പം അങ്ങനെ അയാളപ്പം അത്രയും നോർമൽ പ്രതി എന്ന് പറയുന്നതേ ഉള്ളൂ. അയാളൊരു കുറ്റക്കാരൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കോടതിയാണ് അയാളെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കേണ്ടത്. പൊതുജനങ്ങളും പോലീസുകാരും മന്ത്രിമാരും ഒക്കെ ചുമ്മാ ഒരു വ്യക്തി അങ്ങ് കുറ്റക്കാരൻ അങ്ങ് വിധിക്കാൻ തുടങ്ങുവാണെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള വിധികളിലേക്ക് പിന്നീട് അത് മാറും. അതിനാണ് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. കോടതിയിൽ ചെന്നിട്ട് അവിടെ തീർപ്പാക്കാന്നുള്ളത്. എനിക്കൊരു കോൾ വന്നതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ക്ലാസ് കട്ടായിപ്പോയി. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് മോബ് ലിഞ്ചിങ് എന്ന് പറയുമ്പോൾ, മോബ് ലിഞ്ചിങ് അതായത് നമ്മൾ ഒരാളൊരു കുറ്റം ചെയ്താൽ ബാക്കി നാട്ടുകാരെല്ലാവരും കൂടെ അയാളെ കയ്യേറുവാണെങ്കിൽ അതേ കുറ്റം തന്നെ നാട്ടുകാരും ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള സർക്കംസ്റ്റൻസസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് പോലീസും ഏജൻസീസും ഒക്കെ ഉള്ളത്. അപ്പം ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോലീസ് പ്രതിയായിട്ട് കൊണ്ടുപോകുന്നു. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വഴി ആ വ്യക്തിയെ ഇന്ന മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെ ഇത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നുണ്ട്. ആ പ്രതിയുടെ ഭാഗം നമ്മൾ കേൾക്കണം. നമ്മളൊരിക്കലും ഒരാളെ കൊല്ലുന്ന കണ്ടിട്ട് നേരെ അവൻ കുറ്റവാളി എന്ന് പറയാനേ പറ്റത്തില്ല. നമ്മൾ കൊന്ന ആളുടെ ഒരു സൈഡും കേൾക്കണം, അല്ലെങ്കിൽ ആ വിക്ടിമിൻ്റെ ഭാഗവും കേൾക്കണം. അപ്പം എല്ലാവരും എല്ലാ തരത്തിലും വിധി എന്ന് പറയുന്നത് രണ്ട് സൈഡും രണ്ട് ഡയറക്ഷനും ഒരുപോലെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്നും ഇമോഷൻ്റെ പുറത്തല്ല, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഷൻ്റെ പുറത്താണ് ഈ വിധികളും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും, അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ പ്രതികൾക്കും സർട്ടൈൻ റൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക.
നിങ്ങൾ ജീവിതത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരാളെ പ്രതിയാക്കിയിട്ട് അയാളെ തൂക്കിയെടുത്തോണ്ട് ശിക്ഷ വിധിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ സൈഡും കേൾക്കണം, എന്നിട്ട് ഇമോഷൻ മാറ്റി വെച്ച് റിയലിസ്റ്റിക് ആയിട്ട് വേണം ഓരോന്ന് ചിന്തിക്കാൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർട്ടിക്കിൾ 21 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21 ഇതിൻ്റെ അകത്താണ് റൈറ്റ് ടു പ്രൈവസി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് കോടതി വിധിച്ചത്. പുട്ടുസ്വാമി എന്ന് പറയുന്നത് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. ആ കേസിൽ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതായത് അത് എനിക്ക് തോന്നുന്നു ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടെ 4 ചുമരുകൾക്കുള്ളിൽ എങ്ങനെ വിഹരിച്ചാലും അത് സമൂഹത്തെ ബാധിക്കുന്നില്ല. അതെന്ന് പറയുന്നത് അവരുടെ പ്രൈവസിയാണ് എന്ന് പറയുന്ന ഒരു വിധിയായിരുന്നു പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ വന്നത്. അപ്പം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മുടെ കോടതി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ്? ഈ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന റൈറ്റിന്റെ അണ്ടറിലാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ അണ്ടറിൽ കുറേ റൈറ്റ്സ് വരുന്നുണ്ട്. റൈറ്റ് ടു സ്ലീപ്പ് ഒക്കെ വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ അവകാശമാണ്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പുറത്ത് പോകാനുള്ളത് നമ്മുടെ അവകാശം. രാജ്യത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ളത് മൂവ്മെന്റ് ആർട്ടിക്കിൾ 19 ആണ്. അതായത് നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ കൂടെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. അതേസമയം രാജ്യത്തിൻ്റെ പുറത്ത് പോകുക എന്നുള്ളത് ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 21 ആണ് രാജ്യത്തിൻ്റെ പുറത്തോട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് സ്റ്റേറ്റ് ഒരിക്കലും തടസ്സം നിൽക്കരുത് ആ രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകാൻ. അത് അയാളുടെ പേഴ്സണൽ ലിബർട്ടിയാണ്, അയാളുടെ ലൈഫിൽ അയാൾ എടുക്കുന്ന തീരുമാനം. അപ്പോൾ അതിനുള്ളൊരു തീരുമാനവും കെൽപ്പും അയാൾക്കുണ്ട്. ഓക്കെ, അതാണ് ഒന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ. അത് ആർട്ടിക്കിൾ 21A. അത് പുതിയതായിട്ട് 86th അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് ആർട്ടിക്കിൾ 21A എന്ന് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചു, അതിലേക്ക് പുതിയ അഡീഷൻ വരുമ്പോൾ നമുക്ക് സീരിയൽ നമ്പർ മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സീരിയൽ നമ്പർ ഒന്നും മാറുകയാണെങ്കിൽ ബാക്കിയെല്ലാം മാറണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നമ്പറിൻ്റെ കൂടെ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ആക്കിയായിരിക്കുമല്ലോ കോഡിഫൈ ചെയ്യുന്നത്. അപ്പം ആർട്ടിക്കിൾ 21A ആണ് റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് ഓർക്കുക. ഇത് 86th അമെൻമെൻറ്റ് വഴി പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഈ 86th അമെൻമെൻറ്റ് വന്നപ്പോഴത്തേക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും അത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, DPSPയിലും അത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 86th അമെൻമെൻറ്റ് എന്ന് പറയുന്നത് അത് 2002 തോന്നുന്നു. 86th അമെൻമെൻറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് അമെൻമെൻറ്റ് ആണ്. അപ്പോൾ അതുവഴി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെ ഇൻക്ലൂഡഡ് ആക്കി. എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി മനസ്സിലാക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. നിങ്ങൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി നാളെ സ്റ്റേറ്റിന് ഒരു വലിയ വിപത്തായിട്ട് മാറും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കുറ്റകൃത്യം ചെയ്യുന്നതിന് മുന്നേ അയാളെ പിടിച്ച് ജയിലിലിടുക. അതൊക്കെ എന്ന് പറയുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ്. അതൊരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം മോശമായ കാര്യമാണ്. നീ നാളെ നശിച്ചു പോകും, അതുകൊണ്ട് നീ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരൻസ് നമ്മളെ വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊരു അനീതികേടല്ലേ? അയാൾ നശിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നീ വെറുതെ നശിച്ചു അല്ലെ, നിനക്ക് പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ പഠിക്കണ്ട എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു ലോജിക്കില്ലാത്തൊരു അനീതികരമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതുപോലെയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. നാളെ ഇവൻ രാജ്യത്തിനെതിരെ തിരിയും, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ പെരുമാറുമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പിടിച്ച് ജയിലിലിടുന്ന പരിപാടിയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഇത് പണ്ട് കാലത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇങ്ങനത്തെയൊക്കെ നിയമങ്ങൾ വരുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കേഴ്സും ഭയങ്കര ആശങ്കയിൽ തന്നെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ആർട്ടിക്കിളാണ്. സ്റ്റേറ്റിൻ്റെ അധികാരം കൂടുതൽ കാണിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ നമുക്ക് ഉള്ള ഒരു വോയിസ് ആണ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സെർട്ടൻ കേസസ്. ഈ ഡിറ്റൻഷൻ്റെ പവർ മുഴുവനും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള കഴിവ് പാർലമെൻറ്റിനാണ് കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അത് ഒറ്റ കാര്യമുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഇൻ കേസസ് ഓഫ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പാർലമെൻറ്റ് ക്യാൻ ആക്ട് അക്കോർഡിംഗ്ലി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് വന്നത്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു ഇപ്പം ചില ഗവൺമെൻറ്റിനെതിരെ ഒരു വ്യക്തി
എന്തെങ്കിലും സംസാരിച്ചാൽ ആ വ്യക്തിയെ പിടിച്ചങ്ങ് അകത്തിടുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാനൊക്കെ എളുപ്പമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ അറസ്റ്റിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഡിറ്റൻഷൻ്റെ സമയത്തും ഒക്കെ സർട്ടൈൻ റൈറ്റ്സ് പ്രതികൾക്ക് നൽകുന്നത്. ഇപ്പം ഗവൺമെൻറ്റിനെതിരെ പറയുന്നു, അയാളെ ഒരു പെണ്ണ് കേസിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസിൽ കുടുക്കി ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പം അതുപോലുള്ള തെറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഗാന്ധിജി എന്താ പറഞ്ഞേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാ. അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ. അതാണ് ഇങ്ങനത്തെ നിയമങ്ങൾക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ 1000 കുറ്റവാളികൾ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള വലിയൊരു എന്താ പറയുക ഒരു ഫ്രീഡമാണ് ഇതിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ 19 തൊട്ട് 22 വരെയുള്ള നിയമങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് എന്താ പറയുക, റൈറ്റ് ടു ഫ്രീഡം അല്ല സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ അകത്ത് പ്രസ്സിൻ്റെ ഫ്രീഡം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വ്യൂസ് സ്റ്റേറ്റിനെതിരെയാണെങ്കിലും നമുക്ക് എന്ത് തരത്തിലുള്ള വ്യൂസും ലോകത്തിനോട് പറയാനുള്ളതുണ്ട്. മിണ്ടാതിരിക്കാൻ ഫ്രീഡം ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ വരുന്നതാണ്. ഫ്രീഡം ഓഫ് സൈലൻസ്. പിന്നെ ന്യൂസ് പേപ്പറിനൊക്കെ സെൻസർഷിപ്പ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ വരുന്നതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ പ്രൈവസി ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ലിവ്ലിഹുഡ്, അങ്ങനെ എല്ലാ കുറേ എന്താണ് റൈറ്റ്സ്, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിക്കകത്ത് വരുന്നുണ്ട്. സ്ലീപ്പ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, നോയിസ് പൊല്യൂഷനിൽ നിന്നുള്ള ഫ്രീഡം ഉണ്ട്, അഗെയിൻസ്റ്റ് ബാർഫെറ്റേഴ്സ്, പിന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫാമിലി, റെപ്യൂട്ടേഷൻ, ഇൻഫോർമേഷൻ, ഹിയറിംഗ്, അഗെയിൻസ്റ്റ് പബ്ലിക് ഹാങ്ങിങ്. നിങ്ങളെ ആർക്കും പബ്ലിക് ഹാങ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലാൻ പറ്റത്തൊന്നുമില്ല. അതൊക്കെ ഡിഗ്നിറ്റി, അതായത് കൊല്ലുന്നതൊക്കെ എന്ന് വെച്ചാൽ ഡിഗ്നിറ്റി വേണമല്ലോ എല്ലാത്തിനും. അപ്പം പബ്ലിക് ഹാങ്ങിങ് ഒക്കെ ഭയങ്കര എന്താ പറയുക ബാർബറിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റത്തില്ല. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, സ്ലീപ്പൊക്കെ എന്തിൽ വരുന്നതാണ്, പേഴ്സണൽ ലിബർട്ടിയും ലൈഫിലും വരുന്നതാണെന്ന് ഓർക്കുക. ഫ്രീ ലീഗൽ എയ്ഡ്, ട്രാവൽ അബ്രോഡ്, ഇപ്പം ബോണ്ടഡ് ലേബർ, അതായത് ബോണ്ടഡ് ലേബറിനെതിരായിട്ടുള്ളത്, എമർജൻസി മെഡിക്കൽ എയ്ഡ്, ഇതൊക്കെ നമ്മുടെ റൈറ്റ് ടു പേഴ്സണൽ ലൈഫ് ആൻഡ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. വലിയ ഡെപ്തിൽ പോകണ്ട. ഈ 19 തൊട്ട് 22 വരെ എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിന് കുറേ ഡെപ്ത് ഉണ്ട്. നിങ്ങൾക്ക് ആർട്ടിക്കിൾ 22 ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ ബുക്കുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ NCERTCയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ഫ്രീഡത്തെക്കുറിച്ച് പറയാം. റിലീജിയസ് ഫ്രീഡം ഉണ്ട്, കൾച്ചറൽ റൈറ്റ്സ് ഉണ്ട്, പിന്നെ റിട്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതോടുകൂടി ഒരു വലിയൊരു ഭാഗം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തീരും. നമ്മുടെ സിലബസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഞാൻ പുതിയ എക്കണോമിക്സിൻ്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലാസ്സും എല്ലാവരും ഇരുന്ന് കാണുക. ബേസിക് കാര്യങ്ങളാണ് എല്ലാത്തിലും ഉള്ളത്. അത് തീരെ ഒന്നും അറിയാത്തവർക്ക്, ബിഗിനേഴ്സിന് ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് NCERT വായിക്കുക. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ബുക്സോ റാങ്ക് ഫയലോ പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എക്സാംസ് എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും നല്ല സൺഡേ ആയിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.